ഹലോ എവ്രി വൺ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് തലശ്ശേരിക്കാർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ്. തലശ്ശേരിക്കാർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഉള്ളൊരു ഹാപ്പി ന്യൂസാണ്. തലശ്ശേരിയിൽ ഇപ്പോൾ ടെലിഗാന ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൽ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാംസ്, കുറേ സ്റ്റാളുകളുണ്ട്. ബാഗ്, ഡ്രസ്സ്, പ്ലാൻസ്, അതിന് ഇതിൻ്റെയൊക്കെ സ്റ്റാളുകളുണ്ട്. ഇനി കുറച്ച് ഡേയ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഈ ഒരു ഫെസ്റ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് ജോസ്ഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ടെലിഗാന ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നവംബർ 29-നാണ്. ഞങ്ങളവിടെ എത്തുമ്പോൾ ഏകദേശം 6:30 ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ അവിടെ നല്ല ആളുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, ഫ്രീ ആണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കയറുമ്പം തന്നെ കാണുന്നത് ഈ ഒരു പിക്ചേഴ്സ് ആട്ടോ. ഇതൊക്കെ വരച്ചതാണ്, കുറേ കുട്ടികൾ വരച്ചതാണ്. ഫോട്ടോൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ആരൊക്കെയാണ് വരച്ചതെന്ന്. അടിപൊളിയായിട്ട് വരച്ച് പെയിൻറ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വരച്ച കുട്ടികളുടെ ഫോട്ടോസൊക്കെ അവിടെ ഒരു ബോർഡിലുണ്ട്. പിന്നെ ഈ ഒരു ഫെസ്റ്റ് ഡിസംബർ 8 വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പോവുക. അടിപൊളി ഫെസ്റ്റ് ആട്ടോ ഇത്. മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്പോട്ടും ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ സ്റ്റാളുകളാണ്. ഡ്രസ്സ്, ബാഗ്, ഫുഡ് ഐറ്റംസ്, ചെടികൾ, അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ഡ്രസ്സുകളുടെ സ്റ്റാളുകളാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്റ്റാളാണ്. ഇവിടെ കുട്ടികൾക്കുള്ള കൂളിംഗ് ഗ്ലാസ്, ടോയ്സ്, വാച്ച്, പിന്നെ ലേഡീസിന് പറ്റിയ റോസ് ഗോൾഡ് ബ്രേസ്ലെറ്റ്, റിങ്, ചെയിന്, അതൊക്കെ വരുന്നുണ്ട്. ഹസ്ബൻഡ് ഇങ്ങനെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ താറിൻ്റെതും ജിമ്മിൻ്റെ ഒക്കെ മിനിയേച്ചർ മോഡൽ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പം തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഹസ്ബൻഡ് അത് വാങ്ങിക്കുന്നുള്ളത്. ആളുടെ ക്രേസാണ് ഇതൊക്കെ. അപ്പോൾ ഒന്ന് ഹൈജീന് വേണ്ടിയിട്ടും ഒന്ന് ആൾക്ക് തന്നെ വേണ്ടിയിട്ടും വാങ്ങിയിട്ടുണ്ടേനു. ഇത് കൂടാതെ ഡിഫൻഡർ, ഫെറാറി, അതിൻ്റെ ഒക്കെ മിനിയേച്ചർ മോഡൽ ഇവിടെ ഉണ്ട്. ഞങ്ങൾ വാങ്ങിച്ചത് താറിൻ്റെയും ജിമ്മിൻ്റെയും മിനിയേച്ചർ മോഡലാണ്. നല്ല ക്വാളിറ്റി തന്നെ, അത്യാവശ്യം റീസണബിൾ പ്രൈസ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യാം. പിന്നെ സോഫ കവർ, മാറ്റ്, അതൊക്കെ ഉള്ളൊരു സ്റ്റാളുണ്ട്. അതുപോലെ തന്നെ പച്ചമരുന്നൊക്കെയുള്ള ആയുർവേദത്തിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റാൾ കൂടി ഉണ്ട് ഇവിടെ. പിന്നെ മെൻസ്ട്രൽ കപ്പൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാൾ ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പെർഫ്യൂംസ് ഒക്കെ ആക്കുന്ന ഒരു സംഭവമില്ലേ, അതും കൂടി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബാഗ്സ് ഒക്കെ ഉള്ളൊരു സ്റ്റാൾ കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ എന്ത് എക്സിബിഷനോ ഫെസ്റ്റോ ആയിക്കോട്ടെ, പഴയകാല മിഠായികളില്ലാത്ത ഒരു സ്റ്റാൾ പോലും എന്തായാലും ഉണ്ടാവില്ല. അതുപോലത്തെ ഇവിടെ ഇഷ്ടം പോലെ പഴയകാല മിഠായികളുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ലല്ലോ. ഇതൊക്കെ കാണുമ്പം തന്നെ പഴയ കാലത്തെ ഒരു ഓർമ്മയൊക്കെ വരും. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായത് ഈ ഒരു സ്റ്റാളാണ്. ഇവിടെ ഇഷ്ടംപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. എല്ലാം അടിപൊളിയാട്ടോ. ഞങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ചെടിയോ നാട്ടോ ഇതിൻ്റെ നെയിം വരുന്നത്. ഇവർ ഓൺലൈനായിട്ടും പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടേനു. ഇവിടുന്ന് മുതൽ അങ്ങോട്ടേക്ക് ഫുൾ ഫുഡാട്ടോ. വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. പാൽക്കപ്പയും അതുപോലെ തന്നെ ഞണ്ട് റോസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് പാൽക്കപ്പ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നൈസാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞണ്ട് ഫ്രൈ കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ സൈസ് കണ്ടപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇവിടെ മെയിനായിട്ടും എല്ലാ സ്റ്റാളിലും ഹോംലി ഫുഡാട്ടോ. അവർ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു സ്റ്റാളിൽ നിന്ന് ഞങ്ങൾ മിനി പിസയും പിന്നെ ഞങ്ങൾ ഇളനീർ പുഡിങ്ങും കൂടി വാങ്ങിയിട്ടുണ്ടേനു. ആ മിനി പിസയും ഒക്കെ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടേനു.
ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ടേബിളും ചെയറും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ AFC ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതുകൂടി ഉണ്ട്, ഫ്രൈഡ് ചിക്കൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ മെയിനായി കിട്ടുന്ന ഒരു ഐറ്റം ആട്ടോ ഇത്, വനസുന്ദരി എന്ന് ഇതിൻ്റെ പേര് വരുന്നത്. ചിക്കനിൽ കാന്താരി മുളകൊക്കെ അരച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആട്ടോ ഇത്. ഇതിങ്ങനെ അവർ കുത്തി ഇങ്ങനെ ചൂടിൻ്റെ കല്ലിൻ്റെ മേലയിൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ കൊത്തിയിട്ട് അതിൻ്റെ മേലയിൽ കാന്താരിൻ്റെ മിക്സൊക്കെ ഒഴിച്ചിട്ടാട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡ് ഫുള്ള് ഐസ്ക്രീം, കോട്ടൺ ക്യാൻഡി, അവൽ മിൽക്ക്, പാനിപൂരി അങ്ങനത്തെ കുറേ ഐറ്റം കിട്ടുന്ന പ്ലേസ് ആട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു അവൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യലാന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അവൽ മിൽക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൂടി വാങ്ങിച്ചു. പിന്നെ ഇവിടെ റാണി ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അവരുടെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതാട്ടോ, അതായത് ഗ്രീൻ പീസും കപ്പയും പിന്നെ മുതിര എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആട്ടോ, കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ടാക്കുന്നത്. പക്ഷെ അതിന് സ്മെല്ല് പിടിക്കാത്തതുകൊണ്ട് ഞങ്ങൾ കഴിച്ചിട്ടില്ല. കുറേ ആൾക്കാർ വാങ്ങുന്നുണ്ടേനു, നല്ല ശരീരത്തിനൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വാങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ടേനു. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ കുൽക്കി സർബത്ത് കിട്ടുന്നൊരു സ്റ്റാളുണ്ട്. അതുപോലെ തന്നെ മർഹബ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സ്റ്റോറും ഉണ്ട്. അവിടുത്തെ ഗഡ്ജാർ ഹൽവ ഫേമസ് ആണ്. അതുപോലത്തെ ബാംഗ്ലൂർ ഗുൽക്കണ്ടം അങ്ങനത്തെ കുറച്ച് സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. എല്ലാം ഫുഡ് ആയിട്ടാട്ടോ മെയിനായിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ കഴിച്ചതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വേറെ തന്നെ ഒരു വൈബാട്ടോ ഈ നൈറ്റിൽ, ഈ ഒരു വാം ലൈറ്റിൻ്റെ പ്രസൻസിലൊക്കെ നമുക്ക് വേറെ തന്നെ ഒരു വൈബാണ്. അടിപൊളിയാട്ടോ, നല്ല ഫീലാണ് പോയി കഴിഞ്ഞാൽ. പിന്നെ കിഡ്സിന് കളിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 2-3 റൈഡൊക്കെ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റേജ് ഷോ ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഓരോ പ്രോഗ്രാം ആട്ടോ ഉണ്ടാവുക. ഓരോ ദിവസത്തിൽ തന്നെ വേറെ വേറെ പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഞങ്ങൾ ഫസ്റ്റ് പോകുമ്പോൾ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ ആ ഒരു സെക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കോഴിക്കോട് ടീമിൻ്റെ അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഇറങ്ങാൻ പോകുന്ന ടൈമിൽ. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുത്തതിന് ഇൻസ്റ്റൻ്റായിട്ട് അപ്പം തന്നെ നമുക്ക് ഫോട്ടോ കിട്ടും. അപ്പോൾ ഇങ്ങനെയാട്ടോ വരുന്നത്. ഈ ഒരു റീല് പോലെയായിട്ട് നമുക്ക് ഫോട്ടോ കിട്ടുക. 2 റീലിന് 50 റുപ്പീസ് ആ ഒരു റേഞ്ചിലാട്ടോ ഉണ്ടായത്. പിന്നെ കാറിൻ്റെ കുറച്ച് ഡിസ്പ്ലേയും ലോൺ ആൻഡ് എക്സ്ചേഞ്ച് മേള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൾ കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ പാർക്കിംഗ് വരുന്നത് സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമല്ലോ കേട്ടോ അവിടത്തേക്ക്. അപ്പം നൈറ്റൊക്കെ ഒന്ന് പുറത്ത് പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഫെസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അടിപൊളിയായിരുന്നു. അവരുടെ ഡെക്കറേഷനും കാര്യങ്ങളും സ്റ്റാളുകളും ഫുഡ്സും എല്ലാം സൂപ്പറായിരുന്നു. ഞങ്ങൾക്കെല്ലാം നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോവാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ സ്പോട്ട് ആരും മറക്കണ്ട, തലശ്ശേരി ജോസ്ഗിരി ഹോസ്പിറ്റലിന് സമീപമുള്ള ടെലിഗാല ഫെസ്റ്റാണ്. അപ്പോൾ ഇത് ഡിസംബർ 8 വരെ മാത്രമേ ഉള്ളൂ, അതിനുശേഷം ഉണ്ടാവില്ല. അപ്പോൾ പോകുന്നവർ പെട്ടെന്ന് തന്നെ പോവുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.